Good morning, dears. Let's discuss the main points from the poem The Last Leaf, written by Veeran Kutti. സോ എന്തായിരുന്നു ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്? ഒരു ലീഫ് ഇങ്ങനെ ഒരു മരത്തിന്റെ ചില്ലയിലല്ല ഒരു അവസാനത്തെ ഇല ഇളകിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്ററിന് തോന്നുകയാണ് അത് ഹാപ്പി ആണ് എന്ന്. ഇല ഇപ്പോഴും വീഴാൻ തുടങ്ങുമ്പോഴും അത് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ ആ ഒരു ക്യൂരിയോസിറ്റി റൈറ്റർ എന്തായിരിക്കാം ഹാപ്പി എന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ റൈറ്റർ പലതും ആലോചിക്കുന്നു സോ എന്തായിരിക്കാം? ഫസ്റ്റ് അദ്ദേഹം ആലോചിക്കുന്നു ഒരു ചെറിയൊരു ഉറുമ്പ് അതുപോലെ ആ ഒരു ഇല പോലെ ഒറ്റപ്പെട്ട ഒരു ഉറുമ്പ് താഴെ കൂടെ നടന്നു പോകുന്നുണ്ടാവാം. സോ ആ ഒരു ഉറുമ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പൊരിയുന്ന ഈ ഒരു എരിവേനലിൽ കുറച്ച് തണലേകാൻ ഈ ഒരു ഇലക്ക് സാധിച്ചേക്കാം. സോ അങ്ങനെയല്ലേ ഒരു പ്രതീക്ഷ ഇപ്പോഴും എന്താണ് മറ്റുള്ളവർക്ക് സഹായമേകാൻ കഴിയുമെന്നുള്ള ഇലയുടെ വിശ്വാസമായിരിക്കാം അതിനെ സന്തോഷിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവസാന നിമിഷം താഴേക്ക് വീണാൽ പോലും അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് സ്റ്റിൽ എന്ത് ചെയ്യാം, അവനെ ആ ഒരു ചെറിയ ഉറുമ്പിന്റെ ദേഹത്ത് മെല്ലെ ഒരു കുട പോലെ പോയി വീഴാം. അങ്ങനെ വീണിട്ട് എന്ത് ചെയ്യാം, ആ ഒരു കുഞ്ഞു ഉറുമ്പിനെ അതിന്റെ മദറിൽ നിന്നും മറച്ചു വെക്കാം. അതായത് ഒരു കുസൃതിയോടെ അതിനെ മറച്ചു വെച്ച് എന്ത് ചെയ്യാം, അമ്മ മദർ ഉറുമ്പ് വരുമ്പോ അന്വേഷിക്കും കുട്ടി എവിടെയാണ്. അപ്പോ ലീഫിന്റെ അടിയിൽ ഉണ്ടാവും. അവസാനം എന്ത് ചെയ്യും, മദർ കുട്ടിയെ കണ്ടെത്തുമ്പോ ആ ഒരു ഇലയെ വഴക്ക് പറയും. സോ ആ എന്താണ് മരിച്ചു വീണാലും എന്താണ് ജീവനുള്ളതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉറുമ്പിന് അപ്പോഴും ഇലയ്ക്ക് അപ്പോഴും കഴിയുമെന്നുള്ളതാണ്. സോ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എന്തുമായിട്ടും ജീവജാലങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മളും ജീവിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഒരു മൈനോറിറ്റി മെജോറിറ്റി ഐഡിയ ഒക്കെ വരുന്നുണ്ട്. പല രീതിയിലുള്ള സിംബോളിസം ഇതില് കവിതയിലുണ്ട്. സോ ഒരു ഇലക്ക് അതിലധികം വല്ലതും വേണോ എന്നുള്ളതാണ്. സോ സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു ഇല അതെന്താണ്, അതും അതിൻ്റെതായ ഒരു വലിയൊരു കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു ഉറുമ്പിന് തണൽ പകരുക എന്ന് പറയുന്നത് എന്താണ്, ഗോഡ് ഗിവൻ ഡ്യൂട്ടിയാണ്. സോ നമുക്ക് ക്യാപ്സ്യൂൾ സമ്മറി പറയാം. The narrator of the poem sees a leaf on the bough of a tree. It seemed happy. So the writer feels that it may be because it still is able to provide shade to an ant. He further says that even if the leaf falls down, it will have no complaints. It will fall on the small ant and will hide it from its mother. When the mother comes, she will chide the leaf. So the writer feels that the leaf will still be happy. എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ആണിത്? ഇക്കോ പൊളിറ്റിക്കൽ പോയമാണ് നമ്മൾ പറഞ്ഞു. ആ ലീഫ് എന്താവാം, മറ്റു പലതും ആവാം, മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആവാം, ഇസ്ലാം ആവാം, ഒരു ജൂ ആവാം, ഒരു പാർസി ആവാം, എന്തും ആവാം. ഇറ്റ് ഈസ് എൻ ഇമാജിസ്റ്റ് പോയം. ഒരു ഇമേജിസ്റ്റ് പോയമാണ്. പ്രകൃതിയിലെ ബിംബങ്ങളെ എടുത്തിട്ട് എന്ത് ചെയ്യാം, മനുഷ്യ ലോകത്തിലെ വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ഇലയും ഉറുമ്പും ഒക്കെ എടുത്ത് വീരാൻകുട്ടി ഇവിടെ നമ്മളിലേക്ക് ഒരു വലിയ ആശയം എത്തിക്കുകയാണ്. സോ അതുകൊണ്ട് ഇമേജസ് എടുക്കുന്ന കവിത ആയതുകൊണ്ട് ഇമേജസ് പോയം എന്ന് പറയാം. തീം എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ഡിപെൻഡൻസ് ഇൻ നേച്ചർ ആണ് മെയിൻ ആയിട്ടുള്ള തീം. പ്രകൃതിയിൽ കാണുന്ന ആ ഒരു പരസ്പര ആശ്രയപരമായിട്ടുള്ള ആ ഒരു ജീവിതം. മെസ്സേജ് എന്ന് പറയുന്നത് എന്താവാം? വി നീഡ് ടു ലേൺ ഫ്രം ദ ലെസൺസ് ഓഫ് നേച്ചർ. അത് തന്നെയാണ് മെസ്സേജ്.
അല്ല പ്രകൃതിയിലേക്ക് നോക്കൂ മനുഷ്യ എന്ന് പറയുന്നത് തന്നെയാണ് വീരാൻകുട്ടി ഇവിടെ ചെയ്യുന്നത്. സോ നേച്ചർ ഈസ് ദ ഓൺലി ടീച്ചർ. സോ അല്ലെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താതെ അല്ലെ എന്ത് ചെയ്യുക, ഒരുമിച്ച് നിൽക്കൽ മാത്രമാണ് പ്രകൃതിയിൽ കാണുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഏത് ഭാഷയാണെങ്കിലും അത് അല്ലെ ഒരുമയുടെ ഭാഷയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. സോ നേച്ചർ ഈസ് ദ ഓൺലി ടീച്ചർ. ടൈറ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദ ലാസ്റ്റ് ലീഫ് സിംപലൈസസ് ദ മൈനോറിറ്റീസ് ഹു സ്റ്റിൽ try to be part of the majority and together form the idea of a society. So സമൂഹത്തിൽ അല്ലെ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഗ്ലോബലൈസിങ് വേൾഡിൽ അല്ലെ പല റിലീജിയന്റെ പേരിലും ഒക്കെ ഇങ്ങനെ എന്താണ് മണ്ടത്തരമായിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത് വിവരമില്ലായ്മയാണ് എന്ന് തന്നെയാണ് കവി പറയുന്നത്. സോ അല്ലെ എന്താണ് നമ്മൾ ഓരോരുത്തരും അല്ലെ ഒരു വി ആർ പാർട്ട് ഓഫ് ദി കോണ്ടിനെന്റ് എന്നുള്ളതാണ്. ഇമേജസ് ആൻഡ് സിംബൽസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഇല അല്ലെ, ദ ആൻഡ്, ദ ട്രീ അല്ലെ, ദ ട്രീ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയായിട്ടൊക്കെ എടുക്കാം. ദ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം ഈസ് എ റെട്രിക്കൽ ക്വസ്റ്റ്യൻ. സോ സ്റ്റാൻസയുടെ തുടക്കവും അവസാനവും ഒക്കെ റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. The last leaf signifies the minorities who still try to be part of the majority and together form the idea of a society. This leaf can be an Islam, a Jew, a Parsi, etc. The and wandering alone may be signifying the goal for companionship. He may be the representative of yet another minority group. സോ ആ ഒരു ആൻഡ് അല്ല ഒറ്റക്ക് അലയുന്ന ഉറുമ്പ് എന്തായിരിക്കാം? വേറൊരു മൈനോറിറ്റിയുടെ പ്രതിനിധി ആയിരിക്കാം. ദ ലീഫ് വെയിറ്റ്സ് വിത്ത് എ മിസ്റ്റീരിയസ് സ്മൈൽ ഫോർ ദ മദർ ആൻഡ് ടു കം. വെൻ ദ മദർ കംസ് ഷീ വിൽ ചൈൽഡ് ദ ലീഫ്. സോ ദ റൈറ്റർ ഫീൽസ് ദാറ്റ് ദ ലീഫ് വിൽ സ്റ്റിൽ ബി ഹാപ്പി. ഇറ്റ് വിൽ ഫീൽ നോട്ട് അലോൺ. സോ അങ്ങനെയല്ലേ മദർ ആൻഡ് വന്ന് വഴക്ക് പറയുമ്പോ അല്ലെ ഉറുമ്പിന് എന്ത്, ലീഫിന് എന്ത് ഫീൽ ചെയ്യും അല്ലെ? താൻ ഒറ്റക്കല്ല അല്ലെ, തനിക്ക് ചുറ്റും ഇപ്പോഴും ആൾക്കാരുണ്ട് എന്നുള്ളത്. The ant's mother will be cross with the leaf because it fell on the small ant and hid it from its mother's sight. സോ എന്തിനാണല്ലേ ഉറുമ്പിനോട് ആ ഒരു ഇലയോട് അല്ലെ മദർ ആൻഡ് ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ്. കാരണം അല്ലെ തന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു? ആ ഒരു അല്ലെ കാഴ്ചയിൽ നിന്നും മറച്ചു വെച്ചു അല്ലെ, തന്നിൽ നിന്നും കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെ മറച്ചു വെച്ചതിന്റെ പേരിലാണ്. The poet feels that the ultimate role of the leaf is to take part in the idea of unity in diversity. സോ അല്ലെ എന്താണ് ലീഫിന് അല്ലെ പ്രകൃതിയിലെ ഒരു ഇലയ്ക്ക് പറയാനുള്ളത് അല്ലെ യൂണിറ്റി, ഒരുമയുടെ ഒരു പാഠം മാത്രമാണ്. The leaf can still provide shade to an ant and interact with the lives around. And the human qualities attributed to nature include the mischievous smile of the leaf, the chiding of the mother ant, etc. സോ മനുഷ്യന്റെ അല്ലെ ആ ഒരു പേഴ്സോണിഫിക്കേഷൻ നമ്മൾ കണ്ടു യൂസ് ചെയ്തത് അല്ലെ, ഇല ചിരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അല്ലെ ഉറുമ്പ് വഴക്ക് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ മനുഷ്യന്റെ ആ ഒരു ക്വാളിറ്റി അട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിനാണ് നമ്മളിപ്പോ ഇത് പറയാ പേഴ്സോണിഫിക്കേഷൻ അല്ലെ എന്ന് പറയാം. So that's all the main ideas from the chapter, The Last Leaf, written by Veerankutti. We will meet again in the next class with the capsule summary and main ideas from the next chapter.